ഹലോ ഫ്രണ്ട്സ്, നന്ദുവിനെ അനിയെ ഇഷ്ടമാണെന്നുള്ള സത്യം നന്ദുവിൻ്റെ ഫ്രണ്ട്സ് അനിയോട് പറയുന്നുണ്ട്. അതിന് തെളിവായിട്ട് നന്ദുവിൻ്റെ ബുക്കിൽ നിന്ന് കിട്ടിയ ഒരു ഫോട്ടോ അനിയെ ഏൽപ്പിക്കുന്നുണ്ട് അവർ. നന്ദുവിന് തന്നോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെന്നും അതാരോ പറഞ്ഞ് തിരുത്തിയതാണെന്നും അറിയിക്കാനായിട്ട് നയനേടത്തിയുടെ അടുത്തേക്ക് അനി പോവുകയാണ്. അവിടുന്ന് അങ്ങോട്ടുള്ള എപ്പിസോഡാണ് ഇനി നമുക്ക് കാണാനുള്ളത്. അപ്പം മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഐബട്ടിൽ കൊടുത്തേക്കാട്ടോ. അങ്ങനെ അനി നേരെ തിരക്ക് പിടിച്ച് അനന്തപുരിയിൽ എത്തുന്നുണ്ട്. അനി അനന്തപുരിയിലേക്ക് കയറി വരുമ്പോൾ തന്നെ അനിയുടെ അച്ഛനും അമ്മയൊക്കെ സൈഡിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ജാനകി പറയുന്നുണ്ട്, ആഹാ ദേ അനി വന്നു. എന്നാൽ ജാനകി പറഞ്ഞത് കേൾക്കാത്ത മട്ടിലാണ് അനി കയറി പോകുന്നത്. അപ്പൊ ജാനകിക്ക് ദേഷ്യം വരാട്ടോ. അപ്പൊ ജാനകി പറയുന്നുണ്ട്, ദേ അവൻ പോയത് നോക്കിയേ, നിങ്ങളിതൊക്കെ കാണുന്നുണ്ടോ? ഓ, നീ വിളിച്ചത് അവൻ കണ്ടു കാണില്ല, ഇല്ലെങ്കിൽ പിന്നെ നീ വിളിച്ച് അവൻ വരാതിരിക്കുവോ? എന്നാലും ഈയിടെയായിട്ട് അവന്റെ സ്വഭാവത്തിലെ നല്ല മാറ്റമുണ്ട്. ദേ ജാനകി, നീ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട, അവൻ കേട്ട് കാണില്ല നീ വിളിച്ചത്. ഇനി കാണിക്കുന്നത് അനിയാണ് കേട്ടോ. അനി നേരെ മോളിൽ നയനയുടെ റൂമിലേക്ക് കയറി ചെല്ലാണ്. എന്നിട്ട് അവിടുന്ന് വിളിക്കുന്നുണ്ട്, ഏട്ടത്തി ഏട്ടത്തി. കുറച്ചു നേരം ഏട്ടത്തിന്ന് വിളിച്ചിട്ടും നയനയുടെ ശബ്ദമൊന്നും കേൾക്കാനില്ല. ഷോ, ഈ ഏട്ടത്തി ഇത് എവിടെ പോയി? അല്ലേലും ഒരാവശ്യത്തിന് വിളിച്ച ആരും കാണത്തില്ല. അപ്പോഴാണ് അതിലൂടെ ജലജ വരുന്നത് കേട്ടോ. അപ്പൊ ജലജ ചോദിക്കുന്നുണ്ട്, അനി നീ എന്താടാ ഒറ്റയ്ക്ക് ഇന്ന് സംസാരിക്കുന്നേ? അപ്പൊ തന്നെ നല്ല മുട്ട മറുപടി അനി കൊടുക്കുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് സംസാരിച്ചെന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചതാ, ഒറ്റയ്ക്ക് നിന്നിങ്ങനെ സംസാരിക്കുന്ന കണ്ടപ്പോൾ. അതെ, എനിക്കിപ്പോൾ നിങ്ങളോട് സംസാരിക്കാനൊന്നുമില്ല, നിങ്ങളെ പാടോക്കി പോയേ. അപ്പൊ ജലജ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, അയ്യോ കടിച്ചു കയറി തിന്നാൻ വരുന്നത്, ഇവനിപ്പോൾ ഇത് എന്തു പറ്റി? എന്തായാലും അറിഞ്ഞേ പറ്റൂ, ഒരു ഡോസിട്ട് നോക്കാം. അനി നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോടാ? ദേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ലെന്ന്, ഒന്ന് പോയി തരുമോ? അപ്പൊ ഇത് കേട്ടുകൊണ്ടാണ് നയന അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പൊ തന്നെ നയന ചോദിക്കുന്നുണ്ട്, അനി നീ ആരോട് ഈ സംസാരിക്കുന്നേ? അതിനൊന്നും അനി മറുപടി കൊടുത്തില്ല കേട്ടോ. അപ്പൊ നയന വീണ്ടും ചോദിക്കുന്നുണ്ട്, അനി പ്രായത്തിന് മുതിർന്നവരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ? ഏട്ടത്തി, ഞാൻ ഏട്ടത്തിയോട് സംസാരിക്കാനാണ് വന്നത്. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അതറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. ഏട്ടത്തിക്ക് ബുദ്ധിമുട്ടായി ഇവിടെ നിൽക്കില്ല. അനി മോനെ, നീ എന്തൊക്കെയാ പറയുന്നത്? ദേ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഉണ്ട്, എന്റെ വിഷമം ഞാൻ മുന്നേ എല്ലാവരോടും പറഞ്ഞതാ, അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നിട്ട് അനി ജലജയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എനിക്ക് നിങ്ങളോടല്ലല്ലോ പറയാനുള്ളത്. അനി നിന്റെ സംസാരം കുറച്ച് കൂടുന്നുണ്ട്. നീ ഇവളോട് പറഞ്ഞത് എനിക്ക് കേട്ടല്ലോ, എന്താ കുഴപ്പം? അപ്പൊ നയന പറയുന്നുണ്ട്, അനി നീ ഒന്നിങ്ങ് വന്നേ, നമുക്ക് അങ്ങോട്ട് മാറിയിട്ട് സംസാരിക്കാം. അങ്ങനെ നയന അനിയുടെ കൈപിടിച്ച് ബാൽക്കണിയിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ ജലജ മനസ്സിലിങ്ങനെ കരുതുന്നുണ്ട്, എന്തോ കാര്യമായ പ്രശ്നമുണ്ട്, അല്ലാതെ ഇവൻ ഇങ്ങനെ പൊട്ടിത്തെറിക്കില്ല. എന്തായാലും അത് അറിഞ്ഞേ പറ്റും. ഇനി അതിനൊരു മാർഗ്ഗേ ഉള്ളൂ, ജാനകിയെ വിവരം അറിയിക്കണം. ഇതറിയിക്കാൻ വേണ്ടി ജലജ അവിടുന്ന് കഷ്ടപ്പെട്ട് ഓടിപ്പോയിട്ട് ജാനകിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ദേ ജാനകി, നീ വല്ലതും അറിയുന്നുണ്ടോ? ഓ, എന്താ പുതിയ അടവായിട്ട് വന്നേക്കാണോ? എന്റെ ജാനകി, ദേ നിന്റെ മകനും ആ നയനയും കൂടി അവിടെ നിന്ന് എന്തൊക്കെയോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ദേ അതിലെ മൂന്നാമതൊരുത്തിയും കൂടി ഇങ്ങോട്ടേക്ക് കയറി വരണ്ടാന്നുണ്ടെങ്കിൽ നീ അനിയെ പോയി ഒന്ന് ആദ്യം പറഞ്ഞു മനസ്സിലാക്ക്. അപ്പൊ ജാനകി ചോദിക്കുന്നുണ്ട്, ജലജ നീ പറഞ്ഞത് സത്യമാണോ? അയ്യോ, ഇനി ഞാനിത് എങ്ങനെ നിന്നെ പറഞ്ഞു മനസ്സിലാക്കും? അവൻ എന്തോ സീരിയസ് കാര്യം നിന്നോട് പറയാതെ അതും അവളോട് പറയാൻ പോയേക്കുക. ദേ അവരറിയാതെ അവരുടെ സംസാരം എങ്ങനെയെങ്കിലും കേൾക്കണം ജാനകി. നിന്റെ മകന്റെ പോക്കെ തെറ്റായ വഴിയിലൂടെയാ. അവ ജാനകി പറയുന്നുണ്ട്, ഓഹോ എന്നാൽ രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇതും പറഞ്ഞ് ജാനകി മുകളിലോട്ട് പോവാട്ടോ. അപ്പൊ ജലജ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, എന്തായാലും രണ്ടിലൊന്നും ഇവിടെ നടക്കും. എടി നയനെ, നിന്നെ എവിടുന്ന് പൊക്കച്ച് ഞാൻ പുറത്ത് ചാടിക്കുമെടി. നിന്റെ പിന്നാലെ നിന്റെ ചേച്ചിയും കാണും. ഓക്കെ, അപ്പൊ അടുത്ത് കാണിക്കുന്നത് ജാനകി ബാൽക്കണിയിലുള്ള നന്ദുവിനെ അനിയും കാണുന്നുണ്ട് കേട്ടോ. അവരെ കണ്ടപ്പോൾ തന്നെ ജാനകി അവർ കാണാത്ത രീതിയിൽ മറഞ്ഞു നിൽക്കുകയാണ്, അവർ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നയന ചോദിക്കുന്നുണ്ട്, എന്താ അനി നിനക്കിത് എന്തു പറ്റി? ഏട്ടത്തി, എനിക്ക് ചേച്ചിയില്ല, പക്ഷേ ഏട്ടത്തി ഞാൻ സ്വന്തം ഏട്ടത്തിയെ പോലെ തന്നെയാണ് കണ്ടത്. അതായത് എൻ്റെ ആദർശേട്ടൻ എങ്ങനെയാ അതേ ഇഷ്ടം തന്നെ എനിക്ക് നയനെടുത്തിയോടും. അതൊക്കെ എനിക്ക് അറിയാലോ മോനെ. നീ ഇങ്ങോട്ട് സ്നേഹിക്കുന്നത് പോലെ ഞാൻ അങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ടാണോ ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ അതിനെൻ്റെ കൂടെ കൂട്ടി നിൽക്കാഞ്ഞത്? അനി, നീ ഇപ്പം ഈ പറയുന്നത് നടക്കാത്തൊരു ബന്ധത്തെക്കുറിച്ചല്ലേ? എൻ്റെ നന്ദു അനി ഒരിക്കലും ആ സ്ഥാനത്ത് കണ്ടിട്ടില്ല. അപ്പം അനി ചോദിക്കുന്നുണ്ട്, അവളുടെ മനസ്സ് മാറ്റിയതാരാ? ഏട്ടത്തിയോ ഏട്ടത്തിയുടെ അമ്മയോ? ഇത് കേട്ടപ്പോൾ തന്നെ നയന ആകെ ഒന്ന് ഷോക്ക് ആവട്ടോ. നയനയുടെ പരുങ്ങൽ കണ്ടപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടത്തി, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവില്ലേ? അനി, ഞാൻ പറഞ്ഞതാ സത്യം, നന്ദു നിന്നെ ആ സ്ഥാനത്ത് കണ്ടിട്ടില്ല. ദേ അവളുടെ മനസ്സ് ഞാനോ എൻ്റെ അമ്മയോ ഒന്നും മാറ്റിക്കാൻ നോക്കിയിട്ടില്ല. ശരി, ഏട്ടത്തിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഏട്ടത്തി ഒരിക്കലും നുണ പറയില്ലെന്നാ എൻ്റെ വിശ്വാസം. ഏട്ടത്തി ആദ്യമായിട്ട് ചിലപ്പോൾ ഇങ്ങനെയൊരു കള്ളം പറഞ്ഞത് എൻ്റെ മുന്നിലായിരിക്കും അല്ലേ? അനി മോനെ, നീ എന്തൊക്കെയാ പറയുന്നത്? ഇവിടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയിൽ കൂടെ വീണ്ടും എന്തിനാ നന്ദുവിനെ വലിച്ചഴിക്കുന്നത്? അതെനിക്ക് നന്ദുവിനെ ഇഷ്ടമായതുകൊണ്ട്, നന്ദുവിനെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതുകൊണ്ട്, നന്ദു എന്നെ തിരിച്ചും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ എന്നെ പറഞ്ഞ് പറ്റിച്ചു ഏട്ടത്തി. ഏട്ടത്തി മാത്രമല്ല, ആരൊക്കെയോ പറഞ്ഞ് മനസ്സ് മാറ്റി നന്ദുവിനെയും തിരുത്തിയെടുത്തു. അനി ഒന്നും പറയണ്ട ഏട്ടത്തി. ഇതെന്താ ഏട്ടത്തി? ഇത് വെറും എൻ്റെ ഫോട്ടോ അല്ല, നന്ദുവിൻ്റെ ബുക്കിൽ നിന്ന് കിട്ടിയ എൻ്റെ ഫോട്ടോ. നന്ദുവിന് എന്നെ ഇഷ്ടമാണെന്നുള്ളതിൻ്റെ തെളിവ്.
ഇനി പറയാൻ പറ്റുമോ നന്ദുവിന് എന്നോട് ഇഷ്ടമില്ലായിരുന്നു എന്നുള്ളത്? എങ്ങനെയൊക്കെയാ നന്ദുവിൻ്റെ മനസ്സ് മാറ്റിയത്? ഏട്ടത്തി ഏട്ടത്തി ഒരു കാര്യം ആലോചിച്ചോ, ജീവിതം ഒന്നുള്ളൂ, അത് നമുക്കിഷ്ടപ്പെട്ടവരുടെ കൂടെ അല്ലെങ്കിൽ ജീവിതം പിന്നെ വെറും അഡ്ജസ്റ്റ്മെൻറ്റാ. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരാതെ തന്നെ അറിയുന്ന ഏട്ടത്തി എന്നെ തീയിലേക്ക് പിടിച്ചിടാൻ നോക്കുമല്ലേ? നടക്കട്ടെ, എല്ലാവരുടെ സന്തോഷത്തിനും വേണ്ടിയിട്ട് ഞാൻ എന്തിനും തയ്യാറാ. അനി ഏട്ടത്തി പറയുന്നൊന്ന് കേൾക്കനി. വേണ്ട ഏട്ടത്തി, എനിക്കിനി ഒന്നും കേൾക്കണ്ട. എനിക്കാരുമില്ല, ഞാൻ പറഞ്ഞത് ആരും കേൾക്കണ്ട. എല്ലാവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ അനാമികയെ വിവാഹം കഴിക്കാൻ തയ്യാറാ, പൂർണ്ണ മനസ്സോടുകൂടി. പക്ഷേ എൻ്റെ ലൈഫ് അതൊരിക്കലും സന്തോഷത്തിലായിരിക്കില്ല. ഇതും പറഞ്ഞ് അനി അവിടെ നിന്ന് ദേഷ്യം പിടിച്ചു പോവാണ് കേട്ടോ. എന്നാൽ ജാനകി ഇതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ജാനകിക്ക് ഒന്നും കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പൊ തന്നെ ജാനകി നേരെ നയനയുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. നയനെ, നിന്നോടൊപ്പം അനി പറഞ്ഞിട്ട് പോയത്? ജാനകിയെ കണ്ടപ്പോൾ തന്നെ നയന ആകെ ഒന്ന് ടെൻഷൻ ആവുക കേട്ടോ. നയനെ, നിന്നോടാണ് ഞാൻ ചോദിച്ചത്, അനി നിന്നോടെന്താ പറഞ്ഞതെന്ന്. അത് ഒന്നുമില്ലേമേ, അനിയോട് ഒന്നുകൂടി ആക്റ്റീവ് ആവാൻ വേണ്ടി പറഞ്ഞതാ. 2 ദിവസം കഴിഞ്ഞ് ഇനി കല്യാണമല്ലേ. അപ്പം അത് നിനക്കറിയാമല്ലേ? നിന്റെ ഒരേ ഒരു അനിയത്തി കാരണം എൻ്റെ മകൻ ഇപ്പം ഇങ്ങനെ നടക്കുന്നത്. നിങ്ങൾക്ക് 2 പേർക്കും വന്നിട്ടും മതിയായില്ലേ? ഇനി 3ാമത് ആളും കൂടി ഇങ്ങോട്ടേക്ക് കടത്തി വിടണോ? ഇളയമേ, ഞാൻ പലതവണ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതാ. എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഇനി നന്ദുവിനെയും കൂടി ഇങ്ങോട്ടേക്ക് വിടാൻ ആഗ്രഹമില്ല. ഞാനും എൻ്റെ ചേച്ചിയും തന്നെ ഇവിടെ ഉള്ളവരുടെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുക. ഇനി എൻ്റെ അനിയത്തി ഇവിടെ വന്ന് കഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ഇളയമേ പ്ലീസ്, ദയവേദി ഇനി ഇതെന്നെ സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് നയനെ പോവാട്ടോ. ഇനി അടിപൊളി ട്വിസ്റ്റുകളാണ് കേട്ടോ. ജാനകി ഇത് ഒരു നടയ്ക്ക് പോകില്ലെന്ന് കണ്ടിട്ട് മൂർത്തി മുത്തശ്ശനോട് പറയുന്നുണ്ട്. അപ്പോൾ ആ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം വീഡിയോക്ക് ലൈക്ക് ചെയ്തേക്കുക. നെക്സ്റ്റ് എപ്പിസോഡ് വേണമെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്.